എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പരബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പരബ്രഹ്മം ഏകമായ, അനന്തമായ, എല്ലാറ്റിനും അതീതമായ, നിത്യമായ സത്യമാണ്. അത് നാമരൂപങ്ങളില്ലാത്ത സ്വരൂപത്തിൽ നിൽക്കുന്ന ഒരു പരമ തത്വമാണ്. ഇത് ഓരോ ദൈവീകമായതും എല്ലാ ദൈവങ്ങളുടെയും ഉറവിടം കൂടിയാണ്. പ്രപഞ്ചം എന്നത് ജഡവും ചൈതന്യവുമായ സൃഷ്ടി ആണ്. ഇത് മാറ്റങ്ങളുടെയും ദൃഷ്ടാദി ദൃഷ്ടങ്ങളുടെയും സംയോജനം കൂടിയാണ്. പരബ്രഹ്മം എന്നത് ഹിന്ദു ദാർശനികതയിൽ പരമാർത്ഥത്തെയും സൃഷ്ടിയുടെയും നിലനിൽപ്പിൻ്റെയും നാശത്തിൻ്റെയും ആധികാരിക സത്തയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് അനന്തവും അജ്ഞാതവും ആയ പരമശക്തിയാണ്. അതിനാൽ പരബ്രഹ്മം ഒരു വ്യക്തിഗത ദേവൻ അല്ല, മറിച്ച് സകലത്തിൻ്റെയും ഉറവിടം, അന്തിമ സത്യവുമാണ്. അതായത് ഒരു വ്യക്തിഗത ദേവന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, മറിച്ച് സകലത്തിൻ്റെയും ആധികാരികമായ സത്യം, മൂലകാരണം എന്ന രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടത്. ശങ്കരാചാര്യർ അവതരിപ്പിച്ച അദ്വൈത വേദാന്തം, രാമാനുചാര്യർ അവതരിപ്പിച്ച വിശിഷ്ടാദ്വൈതം, മാധവാചാര്യർ അവതരിപ്പിച്ച ദ്വൈതം, ഇവയിൽ പ്രചരിക്കുന്നത് പരബ്രഹ്മത്തിൻ്റെ മറ്റൊരു ഭാഗം ബ്രഹ്മം ആണെന്നാണ്. പരബ്രഹ്മം പരമമായ സത്യവും ബ്രഹ്മം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ ആധികാരിക സങ്കല്പവും ആണ്. ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിക്കുന്നത്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നതും ഇതാണ്. ബ്രാഹ്മണമിതി പരമം, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഈ സങ്കല്പവും ബ്രഹ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ത്? ബ്രഹ്മവും പ്രപഞ്ചവും. ഋഗ്വേദം 10:90 പുരുഷ സൂക്തം. സഹസ്രശ്രീഷ പുരുഷ, 1000 തലകളുള്ള പുരുഷൻ. പരബ്രഹ്മം സകലത്തിലുമുണ്ട്. വിശ്വം ഭൂതം ഭവ്യം, പരബ്രഹ്മം എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഇതിലൂടെ പരബ്രഹ്മം എല്ലാ സൃഷ്ടികളുടെയും അതീതമായ സത്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. യജുർവേദം ശ്രീരുദ്രം, ഇത് രുദ്രനെ സ്തുതിക്കുന്ന ഭാഗമാണ്. ഇതിൽ പരബ്രഹ്മം ആരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമ എന്ന പദം ഉപയോഗിച്ച് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെ സ്തുതിക്കുന്നു. ശിവ എന്ന പദം ഉപയോഗിച്ച് പരബ്രഹ്മത്തിൻ്റെ ശാന്ത സ്വഭാവത്തെ സ്തുതിക്കുന്നു. ഇത് പരബ്രഹ്മം അനന്തവും നിരാകാരവും എല്ലായിടത്തും ഉള്ളതും ആണെന്ന് പറയുന്നു. മാണ്ഡൂകോപനിഷത്ത് ഏകം ഏക ദ്വിതീയം എന്ന് പറഞ്ഞിരിക്കുന്നു. പരബ്രഹ്മം ആണ് സത്യമായത്. അതായത് ബ്രഹ്മവും പ്രപഞ്ചവും മായ മാത്രമാണ് എന്ന് സാരം. അതായത് നമ ശിവായ എന്നാണ് യജുർവേദത്തിൽ സ്തുതിക്കുന്നത്. രുദ്രനെയാണ് സ്തുതിക്കുന്നത്. മുണ്ഡകോപനിഷത്ത് ബ്രഹ്മവിദ് ആപ്നോതി പരം, ബ്രഹ്മത്തെ അറിയുന്നവന് പരബ്രഹ്മത്തിലെത്താം. മാണ്ഡൂക്യോപനിഷത്ത് നോക്കാം. ഓംകാരം പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. ഇന്ത്യയിലെ ആദിമ ക്ഷേത്രങ്ങളിൽ പരബ്രഹ്മത്തെ അടയാളപ്പെടുത്താൻ ശില്പങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഉദാഹരണം കപാലേശ്വർ ക്ഷേത്രം. മധ്യകാലഘട്ടത്തിൽ അജന്ത, എല്ലോറ, എലിഫന്റ ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത ചിത്രങ്ങളും പ്രതിമകളും പരബ്രഹ്മത്തെ അടയാളപ്പെടുത്തിയതാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തി 19-ാം നൂറ്റാണ്ടിൽ രാജാ രവിവർമ്മ വരച്ചതാണ് ഇന്ന് കാണുന്ന ശിവന്റെ ചിത്രം. ശരിക്ക് അത് പരബ്രഹ്മത്തെ സാധാരണക്കാരന് മനസ്സിലാക്കാനാണ് വരച്ചിട്ടുള്ളത്. വെള്ളം, വായു, അഗ്നി എന്നീ കാര്യങ്ങൾ കൂടാതെ സർവ്വതും പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കാൻ, എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇതൊക്കെയാണ് പരബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.